ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ജോയൽ എൽദോസ്, ബെഥേൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് കോതമംഗലം സഭാംഗമാണ്. ജേർണി ത്രൂ സാംസിലെ 116 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇതിനോടനുബന്ധിച്ചെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 69 29 തൊട്ട് 36 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഈ വാക്യങ്ങളിലേക്ക് കടന്നു വരാം. നമ്മൾ ആദ്യ ഭാഗം തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഞാൻ എളിയവനും ദുഃഖിതനാണ്. ദാവീദിന്റെ ഒരു അവസ്ഥയെ, തൻ്റെ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. താൻ എളിയവനും ദുഃഖിതനുമായിരുന്നു. ആ സാഹചര്യത്തിലും തൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും താൻ ആദ്യം വിളിക്കുന്നത് തന്നെ കർത്താവിനെയാണ്. കാരണം ദാവീദിന്റെ ആ വിശ്വാസത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. തനിക്കറിയാം, തൻ്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളും തനിക്ക് രക്ഷ പകരുവാനായിട്ട് തൻ്റെ ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. ആ വിശ്വാസമാണ് തന്നെ തൻ്റെ ദൈവത്തിലേക്ക് തൻ്റെ പ്രാർത്ഥന നയിച്ചത് എന്ന് കാണാൻ സാധിക്കും. നാം അതിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ദാവീദിന്റെ ഒരു നന്ദി പ്രകടനത്തെയാണ് നമുക്ക് അടുത്ത 3 വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. താൻ തന്റെ ദൈവത്തെ, തന്റെ കുഴിയിൽ നിന്ന് തന്നെ വിടുവിച്ച, തന്റെ ഓരോ ബുദ്ധിമുട്ട് സാഹചര്യങ്ങളും തന്നെ വിടുവിച്ച തന്റെ ദൈവത്തെ പാട്ടോടും അവന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും എന്നുള്ളത് കാണാൻ സാധിക്കും. നന്ദി പ്രകടനമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത് വിലയേറിയ യാഗത്തേക്കാൾ, മറ്റുള്ള വിലയേറിയ യാഗത്തേക്കാൾ അത് ദൈവത്തിന് പ്രധാനമായ ഒന്നുകൂടിയാണ്. അതേപോലെ തന്നെ അവന് പ്രസാദകരം കൂടിയാണ്. മറ്റുള്ള ഏത് യാഗത്തേക്കാളും നാം അവനെ മഹത്വപ്പെടുത്തുന്നത് അവന് വിലയേറിയതാണ്. അതേപോലെ അത് പ്രസാദകരമായി തീരുന്ന ഒന്നും കൂടിയാണ്. അതിന്റെ 32 വാക്യത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, രക്ഷകന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇത് കേൾക്കുമ്പോൾ ആ രക്ഷകന്റെ പ്രാർത്ഥന ദൈവം കേട്ട് അതിനുള്ള ഉത്തരം നൽകുന്നു. ഇത് കേൾക്കുന്ന ബന്ധനത്തിലുള്ളവർ തന്റെ ദൈവത്തെ ആരാധിക്കുവാനും തന്റെ ദൈവത്തിനോട് പ്രാർത്ഥന അപേക്ഷിക്കുവാനും തുടങ്ങുമ്പോൾ അവനത്തിനുള്ള ഉത്തരവ് ദൈവം കൊടുക്കുന്നു. അത് അവരെ സന്തോഷത്തിലേക്ക് നയിക്കുന്നതും ഈ 32 വാക്യത്തിൽ കാണാൻ സാധിക്കും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരോ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ. തന്റെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒരു നാളും ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല. അതെന്തായാലും ആ ഉത്തരം ദൈവത്താൽ അവന് നൽകപ്പെടും എന്നുള്ള കാര്യവും ഇവിടെ ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 34, 33, 34 വാക്യങ്ങളിൽ വീണ്ടും ദാവീദ് തന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവം എന്നുള്ള രീതിയിൽ തന്നെ മഹത്വപ്പെടുത്തുന്നു. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥനയെ കേൾക്കുന്നു, തന്റെ ബന്ധന്മാരെ നിന്ദിക്കുന്നുമില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. കാണാൻ സാധിക്കും, സകലരുടെയും വിശ്വാസികളും അവിശ്വാസികളും എന്നല്ല, സകലരുടെയും തന്റെ സൃഷ്ടിയുടെ ഒക്കെയും പ്രാർത്ഥന കേൾക്കുന്നതായ ദൈവം, തന്റെ സൃഷ്ടിയുടെ ഒക്കെയും പ്രാർത്ഥന കേട്ട് അതിന് ഉത്തരം നൽകുന്ന ദൈവം, ആ ദൈവമാണ് നമ്മുടെ. ആ ദൈവത്തെ നാം സ്തുതിക്കണം. കാരണം അവൻ നമ്മുടെ സൃഷ്ടാവാണ്. നമ്മൾ അവനെ സ്തുതിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ അവകാശമാണ്. അതാണ് ദാവീദ് ഇവിടെ എടുത്തു പറയുന്നത്. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കണം. അവയിൽ ചരിക്കുന്ന സകലവും, തന്റെ സൃഷ്ടികൾ മൊത്തവും തന്നെ സ്തുതിക്കണം, തന്നെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥിതി എന്താണെന്നാണ് അടുത്ത 3 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൽക്കാലം സിയോൻ അവഗണിക്കപ്പെട്ടുവെങ്കിലും അത് അനുഗ്രഹത്തിലേക്ക് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം സിയോനെ രക്ഷിക്കും. ദൈവം യഹൂദ നഗരങ്ങൾ പണിയുകയും ചെയ്യും. ഇനി നാം ഒരിക്കലും പ്രവാസികളാകാതെ അവന്റെ ദാസന്മാർ ദേശത്ത് വസിക്കുകയും അതോടൊപ്പം അവരുടെ സന്തതി ദേശം കൈവശമാക്കുകയും ചെയ്യും എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കും. യേശു മശിഹായായി വാഴും. ഇസ്രായേൽ സ്വന്തം നാട്ടിൽ സ്വസ്ഥമായി വസിക്കും എന്നുള്ള കാര്യം ദാവീദ് മുൻകൂട്ടി കണ്ടാണ് നമ്മെ ഇത് ഓരോരുത്തർ അറിയിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ദൈവം, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവമാണ്. താഴ്മയുള്ളവനെ ഉയർത്തുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഓരോ കാര്യങ്ങളും, ദൈവത്തിന്റെ ഓരോ പ്രവർത്തികളും, നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവം, താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം, ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ ഏത് വന്നാലും ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കുന്നൊരു ദൈവം, ഏത് സാഹചര്യങ്ങളിലും നമ്മൾ ഉയർത്തുന്നൊരു ദൈവം, ആ ദൈവത്തെ നാം ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്തുന്നുവെങ്കിൽ, അവനെ സ്തുതി പാടുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷിക്കാനിടയാകും. ആയതിനാൽ നമ്മുടെ രക്ഷയായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.